ഹലോ, അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ കറിയാണ് കേട്ടോ. വഴുതനങ്ങ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ പൊള്ളിച്ച കറിയാണ് കേട്ടോ. വഴുതനങ്ങയും തക്കാളിയും കൂടി പൊള്ളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിനകത്ത് നമുക്ക് അതിന് തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് കഴുകിയിട്ട് അത് 5-6 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിക്കാനാണ് കേട്ടോ. വെളുത്തുള്ളി എല്ലാം നമുക്ക് പൊള്ളിച്ചെടുക്കാം. തക്കാളി വഴുതനങ്ങ എല്ലാം കൂടി നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ. വഴുതനങ്ങളുടെ സൈഡിൽ ഞാൻ അങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങനെ സൈഡിലിട്ട് കൊടുക്കാം. ചട്ടി ചെറുതായതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കിത് പൊള്ളി വരുമ്പോൾ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മുരിഞ്ഞ് വരുന്ന സൈഡ് വരുമ്പോൾ കണ്ണ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് തൊലി കളഞ്ഞ് ഇങ്ങനെ എടുക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇത്തിരി ഞാൻ അധികം വെളിച്ചെണ്ണൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല, കൈക്കോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയാണ് വെളുത്തുള്ളിയും തക്കാളിയൊക്കെ പൊള്ളിച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വേഗം നമുക്ക് അങ്ങോട്ട് ഇതാക്കിയിട്ട് മുരിഞ്ഞ് കിട്ടിയപ്പോൾ ആ വെളുത്തുള്ളി ഞാൻ സവാളയിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ സവാള നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു സവാളയായിട്ട് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇത് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് പറയില്ല, അതുപോലെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അതായത് നമുക്ക് അതിനകത്തുള്ള എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇത്തിരി കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഒരു അത്യാവശ്യം കടുക് മതി കേട്ടോ. ഒരു ചെറിയൊരു ടീസ്പൂൺ കടുക് മതി. എന്നിട്ട് കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്കിതിനകത്ത് സവാള എടുത്ത് കേട്ടോ. സവാള അത്യാവശ്യം വാടി വരണം കേട്ടോ. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് നമുക്ക് ഉപ്പിട്ടൊക്കെ കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റി കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കണേ. അപ്പോൾ അതിനകത്ത് എണ്ണ കുറവാണ്, നമ്മൾ അതിനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. അതൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കുഞ്ഞ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് വെച്ച തക്കാളിയാണ് കേട്ടോ. വഴുതനങ്ങൾ ഞാൻ തൊലി കളയുന്നില്ല, കാരണം വെച്ചാൽ എനിക്ക് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ വഴുതനങ്ങളുടെ തൊലി കളയുന്നത്. വഴുതനങ്ങളുടെ തൊലി കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴുതനങ്ങളുടെ തൊലി കളയാം. ഞാൻ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വഴുതനങ്ങളുടെ തൊലി കളയുന്നില്ല, തക്കാളിയുടെ തൊലി മാത്രം കളയുന്നുള്ളൂ. എന്നിട്ട് ഞാൻ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടും മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ചെറുക്കോളം ഞാൻ തൂവി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വലിയ ടീസ്പൂണല്ല, ചെറിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കണം. ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വഴറ്റിയതും പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ, പിന്നെ വെളുത്തുള്ളി പൊള്ളിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ തന്നെ വെച്ച് ഉടച്ച് കൊടുക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ പറ്റും. തക്കാളി അതിൻ്റെ മേലെ വെച്ചൊന്ന് ഉടച്ച് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഈ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ തക്കാളിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം. നല്ലോണം പൊള്ളി വെന്ത് ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സ്പൂണ് വെച്ച് ഉടച്ചെടുത്താൽ അതിങ്ങനെ താനിങ്ങനെ ഉടഞ്ഞിങ്ങനെ പോകുന്നോളും. സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഉടഞ്ഞ് നല്ലൊരു കുഴമ്പ് പോലെ ഇങ്ങനെ ചെയ്തിട്ട്
വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നൈറ്റ് ഇപ്പം നമുക്കിപ്പോൾ ഞാൻ ചേട്ടന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പം ഇത് മാത്രം മതി എന്ന് ആലോചിച്ച് അപ്പം ഈ കറി മാത്രം ഇന്ന് ഉണ്ടാക്കണുള്ളൂ. ഞങ്ങൾ വേറൊന്നും ഉണ്ടാക്കുന്നില്ല. ആൾക്കാരൊരു തട്ടിക്കൂട്ട് കറി എന്ന് പറയുന്നത്. തട്ടിക്കൂട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു കറിയാണ്, പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു കറിയാണ് ഇത്. നമ്മുടെ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലോണം ഉടച്ചിങ്ങനെ മിക്സാക്കി മസാലകളൊക്കെ ചേർത്ത് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടയിൽ ഇട്ട് കൊടുക്കാം. കേട്ടോ, എരിവ് അധികം വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ കുരുമുളക് വേണം, അതായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലോണം ഇങ്ങനെ ചിക്കി ഇങ്ങനെ കൊടുക്കാട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് വിനാഗിരി ആട്ടെങ്കിൽ ഞാൻ ഒഴിക്കണം. കരിക്കോളം ഒഴിക്കണുള്ളൂ, പുറമൊന്നും ഒഴിക്കണ്ട. ആ കരിക്കോളം ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാട്ടോ. അതൊന്ന് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ ഒഴിച്ച് കൊടുത്തത്. അപ്പം ഒരു ചെറിയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു ചെറിയൊരു ടേസ്റ്റ്, അപ്പം ഒരു പുളിപ്പ് പോലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും നമുക്കൊരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി കറികൾ ഇന്നും വരുന്നതായിരിക്കും. കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.